കുട്ടി നീ ഇത് പറഞ്ഞത്? രക്തബന്ധത്തിന് നീ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിനക്ക് വേണ്ടി ജീവിതം തന്നെ ഒരു മരിപ്പറമ്പാക്കിയവനാണ് ഞാൻ. കടന്നു പോകൂ എന്റെ മുമ്പിൽ നിന്ന്. അച്ഛാ, എന്റെ പൊന്നച്ഛാ. ശ്രീകണ്ഠൻ കടന്നു വരണ്ടേ? ചെല്ലാൻ ഞാനില്ല. ശ്രീരാജ്, നിങ്ങൾ നോക്ക്, ഞാൻ കേൾക്കാം. എന്നാ നമുക്ക് നോക്കാം. എന്നോടാണോ കുട്ടി നീ ഇത് പറഞ്ഞത്? ഇത് കഴിച്ചു നോക്കുമോളെ. വേണ്ട, എനിക്കിത് മതി. ഒരെണ്ണം വേണ്ടാഞ്ഞിട്ടാ. എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്ന്. എന്നോടാണോ? ഇവിടെ ഇപ്പൊ വേറെ ആരാ ഉള്ളത്? അമേരിക്കയിലെ വിദ്യാർത്ഥികളൊക്കെ വർഗബോധമുള്ളവരാണോ? മൈൻഡ് യുവർ മാനേഴ്സ്. എന്താ കഴിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കുമെന്ന് അറിയില്ലേ? അറിയില്ല. പോയി പഠിച്ചിട്ട് വാ. ഇവിടെ ഞങ്ങൾ അങ്ങനെ സമയവും സന്ദർഭവും ഒന്നും നോക്കാറില്ല സംസാരിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. അയ്യടാ, ഭയങ്കര ജാടാണല്ലോ. വേണ്ട വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മാസാവസാനം വരെ കാത്തു നിൽക്കാൻ പറ്റില്ല. ബില്ലാണ്. ബ്രെഡിനും ജാമിനും ചായക്കും ചേർത്ത് ₹3.75. ടിപ്പ് തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും വെച്ചോളൂ. അമ്മയും ഞാനും ലതയൊക്കെ ഇവിടുത്തെ വെയിറ്റേഴ്സ് ആണെന്ന് കരുതിയാൽ മതി. Are you playing the fool? എന്താ ശിതര, എന്താ മോളെ? ആ, സാസർ പൊട്ടി. അതിന്റെ ₹3 കൂടെ ചേർത്ത് ₹6.75. എന്താ ശിതര? അല്ലമ്മേ, അവളെ നല്ല പറയാ, ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് അവള് കാശ് തരാമെന്ന്. എങ്കിൽ പിന്നെ അപ്പപ്പോ ബില്ലെഴുതി കാശ് വാങ്ങിച്ചേക്കുമെന്ന് ഞാനും വിചാരിച്ചു. അത് നന്നായേ ഉള്ളൂ. എന്തൊരു ജാട! എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പോടാ. ഒരു കാര്യം പറയുന്ന സമ്മതിക്കില്ലേ? ഇല്ല. എന്നാലും ബില്ല് എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? എനിക്ക് അത്രമാത്രം സങ്കടം വന്നിട്ടമ്മേ. നമ്മളൊക്കെ അവൾക്ക് അന്യരാണെന്നുള്ള വിചാരം കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ സ്വന്തം ബന്ധം പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല ശിതര. അവൾക്കാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നുമില്ല, ഒന്നും കഴിക്കുന്നുമില്ല. എരിയും പുളിയുള്ള നല്ല ഭക്ഷണം കഴിച്ച് ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ തന്നെ അതിന് ജീവനില്ല. ഒന്നും കഴിക്കാതെ വല്ല സൂക്കരം പിടിച്ച രാമേന്ദ്രൻ എന്നോടാ ചോദിക്കുക. നമുക്കിപ്പോ തല്ലിക്കഴിപ്പിക്കാൻ പറ്റുമോ? എന്താ ഇഷ്ടം ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. ഇപ്പൊ തന്നെ റൊട്ടി കഴിക്കാൻ കത്തിയും മുള്ളില്ലെന്ന് ചോദിച്ചു. കത്തിമുളി ഞാൻ മാറ്റണ്ടേ? അതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ കൂടെ അതിന് ചേരുന്ന ഭക്ഷണം വേണ്ടേ? പരിഷ്കാരമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ വല്ലവനും വിളിച്ചോണ്ട് വാ. പരിഷ്കാരമുള്ള ഭക്ഷണം എന്ന് വെച്ചാ കത്തിയും മുള്ളും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം. അതൊക്കെ പിടിക്കുമായിരിക്കും. അതിനിപ്പോ ആരെ കിട്ടുക?